ആരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ മാച്ച് കഴിയുമ്പോഴും മോനെ ഇതേ റിവ്യൂ ആയിട്ട് വരണമെന്ന്. ഇതേ ഞാൻ വന്നിരിക്കുന്നു. ഹിയർ ഐ ആം. കുറേ കാലമായി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ യുണൈറ്റഡ് എന്ന് പറയുന്ന ടീം സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന തെറിവിളി, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ PSV എന്ന് പറയുന്ന ടീം ബാക്കിയുള്ള ചാമ്പ്യൻസ് ലീഗിലെ ടീമിനേക്കാളും മോശമായിട്ടുള്ള ടീമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും, അത് ചില യുണൈറ്റഡ് ഫാൻസിന് വരെ അത് കൊണ്ടു. അതിൻ്റെ കാരണം എന്താ? യുണൈറ്റഡ് മര്യാദയ്ക്ക് കളിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മിണ്ടിപ്പോകരുതെന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം. ഇതേ കിടക്കുന്നു, കണ്ടില്ലേ? ദിസ് ഈസ് കോൾഡ് കർമ്മ. അതാണ് 4-3 എന്നുള്ള സംഭവം. നമ്മൾ ഈ ഒരു മാച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാച്ച് എക്സ്ട്രാ ടൈമിന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജയിക്കേണ്ട. റാഷ്ഫോർഡിൻ്റെ ആ ഒരു മിസ്സ് ത്രൂ ഔട്ട് ദ മാച്ച് ലിവർപൂൾ സ്കോർ ചെയ്ത 2 ഗോളുകൾ, അത് നമ്മൾ അത്രയും ഒരു 5-10 മിനിറ്റ് നമ്മൾ കുറച്ച് ഷോൾഡേഴ്സ് ഡ്രോപ്പ് ചെയ്തു. ആ സമയത്താണ് ലിവർപൂൾ വന്ന് കളിച്ചത്. അല്ലാതെ ഓൾഡ് ട്രാഫോർഡിൽ ഇവന്മാരൊന്നും ചെയ്തിട്ടില്ല. ഓൾഡ് ട്രാഫോർഡിൽ ലിവർപൂൾ ഭയങ്കര മോശമായിരുന്നു. യുണൈറ്റഡ് ആണ് ഈ കളിയിൽ എന്താണെങ്കിലും യുണൈറ്റഡ് ആണ് ഡിസർവിങ് വിന്നേഴ്സ്. അതിനകത്ത് വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റും ഇല്ല, ഒരു മറ്റതും ഇല്ല. അതൊക്കെയാണ് മാച്ച് എന്നൊക്കെ പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ട്രാഫോർഡ് എന്ന് പറയുന്നത് തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് മക്കളെ. തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത് ചുമ്മാതല്ല. ഇവിടെ വന്നിട്ട് നമ്മളെ അങ്ങ് വലിച്ച് കീറിയേക്കാം, വലിച്ച് അലക്കിയേക്കാം, 7 കുടിപ്പിച്ചേക്കാം. ദേ കിടക്കുന്നു. ഇതാണെന്ന് പറയുന്നത് കർമ്മ ഇസ് എ ബിച്ച് എന്ന് ഇതാണ് പറയുന്നത്. നമ്മൾ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിയോ. ഇനിയിപ്പം യുണൈറ്റഡ് ഫ്ലൂക്കിൽ ജയിച്ചതാണെന്ന് ചിലപ്പോൾ ചില ആൾക്കാർ പറയും. സ്റ്റാറ്റ്സ് നോക്കിയോ, എക്സ്പെക്റ്റഡ് ഗോൾസ് 3.36 ആണ് നമ്മുടെ ഇന്നത്തെ XG. എന്താണേലും യുണൈറ്റഡ് ആണ് ബെറ്റർ ചാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന. യുണൈറ്റഡിൻ്റെ ഇൻറ്റൻസിറ്റി, ഈ ഷോൾഡർ ഡ്രോപ്പിംഗ് ഉണ്ടല്ലോ, ഒരു ഗോൾ കൺസീഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചില മൊമെൻറ്റ്സിൽ നമ്മളെ ഷോൾഡർ ഡ്രോപ്പ് ത്രൂ ഔട്ട് ദ മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഇൻറ്റൻസിറ്റി കീപ്പ് ചെയ്യാൻ നമ്മളെപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റി കീപ്പ് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ 2 ഗോൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിൽ കൺസീഡ് ചെയ്തത്. സെക്കൻഡ് ഹാഫിലായാലും പ്രത്യേകിച്ച് ലിവർപൂൾ സ്കോർ ചെയ്ത ഗോളുകളൊക്കെ ശ്രദ്ധിച്ചോ, നമ്മുടെ ഇൻറ്റൻസിറ്റി കുറവ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മര്യാദയ്ക്ക് പ്രസ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രസ്സിങ്ങിൻ്റെ പ്രശ്നമാണ്. നമ്മൾ കൗണ്ടറിലൊക്കെ ബോൾ പൊസഷൻ ലൂസ് ചെയ്ത് ഇവർ അറ്റാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് റൺ ചെയ്തിട്ട് ആ ഒരു ഡിഫൻസിൻ്റെ മുൻവശം മര്യാദയ്ക്ക്, ഡിഫൻസിന് മുമ്പിലുള്ള സ്പേസ് മര്യാദയ്ക്ക് ഡിഫെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടം പോലെ സ്പേസസ് കിട്ടുന്നു, ടൈം കിട്ടുന്നു ഷോട്ട് എടുക്കാൻ വേണ്ടി. ലാസ്റ്റിൽ നമ്മുടെ ടീമിനെ നോക്കിയോ, മൗണ്ട് അമാദൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ മരിച്ച് കിടന്ന് ഈ ലിവർപൂൾ ബോൾ പൊസഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേന് മരിച്ച് കിടന്ന് ഈ പ്ലെയേഴ്സ് അമാദായാലും മൗണ്ട് ആണെങ്കിലും ഒക്കെ മരിച്ച് കിടന്ന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മിഡ്ഫീൽഡിൽ ഈ ഒരു ചേഞ്ച്, ഈ ഒരു എന്നാ പറയുന്നത്, മക്ടോമിനെ, ബ്രൂണോ ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ മാറി വേറെ പ്ലെയേഴ്സ് വരുമ്പോൾ ആ ഒരു ചേഞ്ച് ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു മാച്ചിൽ വേണമായിരുന്നു. അത് ടെൻ ഹാഗ് കറക്റ്റ് സമയത്ത് അങ്ങനത്തെ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ലാസ്റ്റ് ആയപ്പോൾ ഉള്ള ഡിഫൻഡേഴ്സിനെ മുഴുവൻ സബ് ചെയ്തിട്ട് മഗ്വയർ മാത്രമുള്ളായിരുന്നു നമുക്ക് ഡിഫൻഡർ. മഗ്വയർ വരെ മുന്നേക്ക് പോവുക. ലാസ്റ്റ് ഡിഫൻഡേഴ്സ് ആരാ? ആന്റണി ലെഫ്റ്റ് ബാക്ക്, ബ്രൂണോ സെൻറ്റർ ബാക്ക്, റൈറ്റ് ബാക്ക് ഡാലോ. ഈ രീതിയിലൊക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ പൊന്നെ മാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. ഇതാ പറഞ്ഞത് കർമ്മ ഇസ് എ ബിച്ച്. നമ്മൾ കുറേ നാളായിട്ട് കിടന്ന് ടെൻ ഹാഗിനെ മാറ്റണം, ടെൻ ഹാഗിന് അതില്ല, സ്റ്റൈലില്ല, വേ ഓഫ് പ്ലേ ഇല്ല, യുണൈറ്റഡിന് വേ ഓഫ് പ്ലേ ഇല്ല എന്ന് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. യുണൈറ്റഡിന് വേ ഓഫ് പ്ലേ ഇല്ലാത്തത് മര്യാദയ്ക്കുള്ള കളിക്കാരവിടെ കളിക്കാത്തതുകൊണ്ടാണ്. നല്ലൊരു സെൻറ്റർ ബാക്കും നല്ല രണ്ട് ഫുൾ ബാക്സും പ്രോപ്പറായിട്ട് വന്നപ്പം തന്നെ നമ്മുടെ ഗെയിമിൽ എന്തുമാത്രം വ്യത്യാസം വന്നു. പിന്നെ പ്ലെയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഇൻറ്റൻസിറ്റി ത്രൂ ഔട്ട് ദ മാച്ച് കാണിക്കാത്ത ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതൊന്നും ടെൻ ഹാഗിൻ്റെ മണ്ടയിലോട്ട് അടിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ടെൻ ഹാഗ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇവിടെ മര്യാദയ്ക്കൊരു ചാൻസ്, പുള്ളിയുടെ ആ ഒരു നല്ല സ്ട്രോങ് 11 വെച്ചുകൊണ്ടുള്ള ആ മര്യാദയ്ക്കൊരു ചാൻസ്, ഇവിടെ ഫെയർ ചാൻസ് ടെൻ ഹാഗിന് കിട്ടണം. ടെൻ ഹാഗ് ഔട്ട് എന്ന് പറയുന്ന മുറവിളി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തുന്നതായിരിക്കും നല്ലത്. ടെൻ ഹാഗ് എന്താണ് സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതുമാത്രമല്ല ലാസ്റ്റ് ത്രൂ ഔട്ട് ദ മാച്ച് നമ്മൾ ആ ഒരു കുറച്ച് ഭാഗം ഒഴികെയുള്ള ഭാഗത്ത് നമ്മൾ ഇന്ന് ബോൾ പൊസഷൻ വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് ആ ഒരു വെർട്ടിക്കാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ പെട്ടെന്ന് ബോൾ, വെർട്ടിക്കാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ഷോർട്ട് പാസസ് കളിച്ച് പെട്ടെന്ന് ഓപ്പോസിഷൻ്റെ ഫൈനൽ തേർഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ ഷോർട്ട് പാസ് കളിച്ച് ബോൾ പൊസഷൻ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് കളിച്ചിട്ടുണ്ട്. ഇന്ന് ടെൻ ഹാഗിന് സ്റ്റൈലില്ല, മാങ്ങാത്തൊലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും വന്നേക്കില്ല. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ലാതാണ് ഞാൻ ചെയ്തത്.
എനിക്കിതിൽ കൂടുതൽ ഒന്നും വേണ്ട. എനിക്ക് ഈ വർഷം FA കപ്പ് അടിക്കണ്ട, പ്രീമിയർ ലീഗിൽ നിന്ന് നമ്മളിനി ചാമ്പ്യൻസ് ലീഗിൽ പോയില്ലെന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതെന്ന് പറഞ്ഞാൽ എപ്പിക് മാച്ചാണ് ഇന്നിപ്പം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ പറ്റിയും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സന്തോഷം കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസായിട്ട് ഇടാൻ മറ്റൊരു നല്ല വീഡിയോ ഇടണം.